ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയം ചുമന്നുപോം പാളയത്തിൻ പുറം. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ എന്നാണ് ദാവീദിൻ്റെ അപേക്ഷ. ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്കായുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയും അവൻ്റെ പ്രതികരണത്തിനായുള്ള ആത്മവിശ്വാസത്തോടെയുള്ള പ്രതീക്ഷയും ഈ വാക്യത്തിൽ പ്രകടമാകുന്നു. ഇത് പ്രാർത്ഥനയുടെ അടിയന്തരതയും ആത്മാർത്ഥതയും എടുത്ത് കാണിക്കുന്നു. സഹായത്തിനായി സങ്കീർത്തനക്കാരൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ദുരിതത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ആഴം നമ്മെ തിരിച്ചറിയിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവയ്ക്ക് ഉത്തരം നൽകുവാൻ തയ്യാറാണെന്ന് അറിഞ്ഞുകൊണ്ട് താഴ്മയോടും ആത്മാർത്ഥതയോടും ശക്തമായ വിശ്വാസത്തോടും കൂടി ദൈവത്തെ സമീപിക്കുവാൻ ഈ വാക്യം നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. ജീവിത പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ദാവീദിനെ പോലെ നമ്മുടെ കരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുവാൻ മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി നിലവിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.